2025 ഏപ്രിൽ 21 ഈസ്റ്റർ തിങ്കളാഴ്ച 88-ാം വയസ്സിൽ വത്തിക്കാനിലെ കാസ സാന്താ മാർത്തയിലുള്ള തന്റെ വസതിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതായി വത്തിക്കാൻ കാർമലംഗോ ആയ കർദിനാൾ കെവിൻ ഫാരൽ പ്രഖ്യാപിച്ചു. പാപ്പ വിടവാങ്ങുന്ന സാഹചര്യത്തിൽ വത്തിക്കാനിലെ ഭരണകാര്യങ്ങളുടെ താൽക്കാലിക ചുമതലയുള്ള വത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്ററാണ് കാർമലംഗോ. രാവിലെ 9:45 പാപ്പയുടെ മരണം കർദിനാൾ കെവിൻ ഫാരൽ ഈ വാക്കുകളോടെ പ്രഖ്യാപിച്ചു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയുടെ മരണം അഗാധമായ ദുഃഖത്തോടെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാവിലെ 7:35 റോമിന്റെ ബിഷപ്പ് ഫ്രാൻസിസ് പാപ്പ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ കർത്താവിന്റെയും അവിടുത്തെ സഭയുടെയും സേവനത്തിനായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ വിശ്വസ്തയോടെയും ധൈര്യത്തോടും സാർവത്രിക സ്നേഹത്തോടും കൂടി, പ്രത്യേകിച്ച് ദരിദ്രരുടെയും ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ജീവിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. കർത്താവായ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മാതൃകയ്ക്ക് അതിയായ നന്ദിയോടെ ഫ്രാൻസിസ് പാപ്പയുടെ ആത്മാവിനെ ഏക ത്രിത്വൈക ദൈവത്തിന്റെ അനന്തമായ കരുണാമയമായ സ്നേഹത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ബ്രോങ്കൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് 2025 ഫെബ്രുവരി 14 വെള്ളിയാഴ്ച പാപ്പയെ അഗസ്റ്റിനോ ജെമെല്ലി പോളിക്ലിനിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 38 ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം മാർപ്പാപ്പ വിശ്രമം തുടരുന്നതിനായി വത്തിക്കാൻ വസതിയായ കാസ സാന്താ മാർത്തയിലേക്ക് മടങ്ങിയിരുന്നു. പാപ്പ ഈസ്റ്റർ ദിനത്തിൽ ഉർബിയെ തോർബിയെ ആശീർവാദം നൽകാൻ പൊതുവേദിയിലെത്തുകയും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു പാപ്പയുടെ അപ്രതീക്ഷിത മരണം വത്തിക്കാൻ പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.